മഴത്തോരുമ്പഴ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനെ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടും ത്യാഗങ്ങൾ സഹിച്ചും രക്ഷപ്പെടുത്തിയിട്ട് കോടതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് അത് വാദിച്ചും കേസൊക്കെ ജയിച്ചിട്ട് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവരികയാണ്. ആ ഒരു സമയത്ത് ഹരിക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും രോഹിത്തിനെ ചതിക്കാൻ നോക്കിയതിന് പകരമായിട്ട് വൻ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹരിയുടെ അച്ഛൻ കാല് പിടിച്ചെങ്കിലും അലീന പറയുന്നുണ്ട്, ഞാനും ഇതൊരിക്കൽ അനുഭവിച്ചതായിരുന്നു, നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, അതിനുശേഷം പിന്നെ അറിഞ്ഞിരുന്നു, പക്ഷേ എന്നോട് ആ സമയത്ത് ആരും സഹതാപം കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കൊണ്ട് അന്ന് ഞാൻ അനുഭവിച്ച വേദന എന്താണ് എന്നുള്ളതും എന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണ് അവൾ എന്നുള്ളതും തിരിച്ച് അവരോട് പറഞ്ഞിട്ട് അവരുടെ വായടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ശിവശങ്കരനൊക്കെ പറയുന്നുണ്ട്, എനിക്കൊരു മകനേ ഉള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പം മകനൊന്നേ ഉള്ളെങ്കിലും അവരുടെ സ്വഭാവം മോശമാണെങ്കിൽ നമ്മൾ ഇടംവലം നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിയാലും അവർ ഇതന്നെയല്ലേ ചെയ്യുകയുള്ളൂ, അപ്പോൾ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയാലേ കുറച്ചെങ്കിലും ബോധം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ രോഹിത്തുമായിട്ട് അലീന വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. വീടിന് കല്ലെറിയുകയും അവർ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കല്ലെറിയാൻ തുടങ്ങിയ സമയത്ത് അലീന പതുക്കെ പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ പുന്നാര ആങ്ങള, ഇവിടുത്തെ മകൻ, ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയവൻ, അവനിങ്ങോട്ട് പുറത്തേക്ക് വിട്ടിട്ട് അവനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അവനെ കുടുക്കിയത് അവൻ്റെ ഫ്രണ്ടാണ്, ഇവൻ ഒരു ചതിയും അറിയില്ലായിരുന്നു, അവൻ രക്ഷപ്പെടാൻ വേണ്ടി പലതവണ ശ്രമിച്ചെങ്കിലും അവരതിൽ വീഴ്ത്തുകയായിരുന്നു, ഇവനെ മദ്യപിച്ച് ബലമായി പിടിച്ചിട്ട് അവിടെ കിടത്തുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, നിങ്ങളുടെ അനിയനായതുകൊണ്ട് പല കള്ളങ്ങളും നിങ്ങൾ പറയുകയായിരിക്കും എന്നൊക്കെ പറയുമ്പം അവനെ കള്ളത്തരം പറയില്ല, അതെനിക്കുറപ്പാണ്, കാരണം എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഇവൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ട് തൽക്കാലം വിട്ടതായിരുന്നു. പക്ഷേ എന്നെപ്പോലുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പ്രതികരിച്ചത്, എനിക്ക് കിട്ടിയ അവസരം ഞാൻ അത് മുതലെടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ പറയുന്നത് ശരിയാണെന്ന് കരുതിയിട്ട് ഒരു പൊടിക്ക് അടങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രോഹിത്തിന് ആകെ നാണക്കേടും സങ്കടവും ഒക്കെ ആയിട്ട് കരയുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം വീട്ടിലാരോടും ഒന്നും സംസാരിക്കാതെ നേരെ മുറിയിലോട്ട് കയറി പോവുകയാണ്. പക്ഷേ അവൻ്റെ പോക്ക് കണ്ടിട്ട് നമ്മുടെ അലീനയ്ക്ക് അത്ര സുഖം തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ നേരെ രോഹിത്ത് വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് അലീന നേരെ ചെന്നിട്ട് രോഹിത്തിനുള്ള ഭക്ഷണവും ഒക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നീട് അവനെ വിളിക്കാനായിട്ട് മുറിയിലോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് വാതിൽ അടച്ച് കുറ്റിയിട്ടുണ്ടായിരുന്നു. എത്ര വിളിച്ചിട്ടും രോഹിത്ത് വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ ടെൻഷനായിട്ട് അലീന പിന്നെ മുറിക്ക് അടുത്തുള്ള ജനലിലൂടെ നോക്കുന്ന സമയത്താണ് അവനൊരു കയറ് കെട്ടിയിട്ട് കഴുത്തിലൂടെ ഇടാൻ പോകുന്ന കാഴ്ച കാണുന്നത്. ആ സമയത്ത് അലീന അലറി വിളിച്ചുകൊണ്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇതിനാണോടാ നിന്നെ രക്ഷിച്ച് ഞാൻ കൊണ്ടുവന്നത്, അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പിന്നെ എന്തിനാ നീ സങ്കടം കൊണ്ട് ഇങ്ങനെ നീ സ്വയം ഇല്ലാതാവുന്നത്, നിന്നെ ഞങ്ങൾക്ക് വേണം ആർക്ക് വേണ്ടെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനെ സമാധാനപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനതിൽ നിന്ന് പിന്തിരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രനും അവിടേക്ക് വന്നിരുന്നു. ആ സമയത്ത് ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ബാലചന്ദ്രൻ ഓരോന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മയത്തോടു കൂടി അവനെ തിരികെ കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതിൽ നിന്നും പിന്മാറിയിട്ട് പതുക്കെ രോഹിത്ത് വന്ന് വാതിൽ തുറക്കുകയാണ്. ആ ഒരു സമയത്ത് അലീന പറയുന്നുണ്ട്, നീ എൻ്റെ കുഞ്ഞാങ്ങളെയാണ്, നിന്നെ ഇങ്ങനെ കാണുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിനെക്കൊണ്ട് ഇനിയുള്ള ഇതുപോലുള്ള തെറ്റുകളോ ദുർബുദ്ധികളോ നിനക്ക് തോന്നാൻ പാടില്ല, ആ ഒരു വാക്ക് നീ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് അലീന.